മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടീനടന്മാരാണ് ഉർവശിയും മനോജ് കെ ജയനും. സിനിമാ പ്രവർത്തനത്തിനിടെ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്ത ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം ഇരുവരും വേർപിരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ മനോജ് കെ ജയനും ഉർവശിയും പ്രണയത്തിലാകാൻ കാരണമായതും ഉർവശിയും ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ചും സംവിധായകൻ വിജി തമ്പി തുറന്നു പറയുകയാണ്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. ചിത്രത്തിൽ നായകനായി തീരുമാനിച്ചിരുന്ന മനോജ് കെ ജയനാണ്. സമയമായപ്പോഴേക്കും അദ്ദേഹം ഒരു നായക ലെവലിലേക്ക് എത്തിയിരുന്നു. നായകനോടൊപ്പം കുറേയേറെ കൂട്ടുകാരുമുണ്ട്. ഇടവേള ബാബു, നന്ദു, യദുകൃഷ്ണ തുടങ്ങിയവരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. ഒരു പയ്യനെ കൂടി വേണമായിരുന്നു. ആ സമയത്ത് ഉർവശിയാണ് ആലുവയിൽ നല്ലൊരു പയ്യനുണ്ട്, നന്നായി മിമിക്രിയൊക്കെ അവതരിപ്പിക്കും, നിലവിൽ ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഉർവശി പറഞ്ഞത് പ്രകാരം ഞാൻ വിളിക്കുന്ന ആ പയ്യനാണ് ദിലീപ്. സൈന്യം എന്നൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം ദിലീപ് വരുന്ന സിനിമയാണ് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മനോജും ഉർവശിയും തമ്മിലുള്ള പ്രേമം ആരംഭിക്കുന്നത്. ഉർവശി ചിത്രത്തിന്റെ നിർമ്മാതാവും നായികയുമാണ്. മനോജ് നായകനും. പ്രേമം ആരംഭിക്കുകയും സിനിമ കഴിയുന്നതോടുകൂടി അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. 30 ദിവസത്തോളം ഷൂട്ടിംഗ് ആയിരുന്നു ആ ചിത്രത്തിനുണ്ടായിരുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും പോകാൻ ഒരുങ്ങുന്നത്. അവസാന ദിവസം വരെ സെറ്റിൽ ദിലീപ് ഉണ്ടായിരുന്നു. അദ്ദേഹം സെറ്റിൽ വെച്ച് മിമിക്രിയൊക്കെ കാണിക്കുകയും തമാശ കാണിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഇന്നസെന്റിനെ അനുകരിക്കലാണ് പ്രധാന പരിപാടി. ജനാർദ്ദനും ചേട്ടനെയും അനുകരിക്കും, പക്ഷെ അദ്ദേഹത്തിന് അത് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ ദിലീപ് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് എൻ്റെ അരികിലേക്ക് വരുന്നു. തമ്പിച്ചേട്ടാ, എനിക്ക് വലിയ വിഷമമുണ്ട്. 30 ദിവസമായി ഞാനിവിടെ വന്നിട്ട് എനിക്ക് 3000 രൂപ മാത്രമാണ് തന്നത് എന്നവൻ പറഞ്ഞു. കഷ്ടമായി പോയി എന്ന് എനിക്കറിയാം. ഉടൻ തന്നെ ഞാൻ ഉർവശിയെ വിളിച്ചു. ഉർവശിയാണല്ലോ നിർമ്മാതാവ്. അവർ പറഞ്ഞിട്ടാണല്ലോ കാസ്റ്റ് ചെയ്തത്. ന്യായമായ പ്രതിഫലം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉർവശിയും ആ വിവരം അറിഞ്ഞില്ലായിരുന്നു. അവർ ഉടനെ തന്നെ പ്രൊഡക്ഷൻ ടീമിനെ വിളിച്ച് അർഹമായ തുക നൽകാൻ പറഞ്ഞു. അത് എത്രയെന്ന് ഞാൻ പറയുന്നില്ല. ദിലീപ് എന്തായാലും സന്തോഷത്തോടെയാണ് ആ സെറ്റിൽ നിന്നും പോയതെന്നും വിജി തമ്പി ഓർത്തെടുത്ത് പറയുന്നു.